ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റേർഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആണെങ്കിൽ ഈ ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിരുന്നു. അന്നേരം അതാണെങ്കിൽ ആ വീഡിയോ അത്ര ക്ലിയർ ആയില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ആ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്ത്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ അതിനാവശ്യത്തിനുള്ള പശുവും പാലാണ്. ഇതിപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ 1 കപ്പ് പാലും ഒരു 1/4 ഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഗ്യാസിലോട്ട് വെച്ച് അപ്പം പാലൊന്ന് ഇത് ഞാൻ തിളപ്പിച്ച പശുവും പാലാണ്, തിളപ്പിച്ചതിൻ്റെ ഫാറ്റെല്ലാം കളഞ്ഞ പശുവും പാലാണ്. അപ്പം അത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഞാൻ വെച്ച്. അപ്പം ഇനി അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ അതിനാവശ്യമായിട്ട് എടുത്തിട്ടുള്ള ഈ കസ്റ്റാർഡ് പൗഡറാണ്. ഇത് വാനില ഫ്ലേവറാണ്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ഈ പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഇത് 1 സ്പൂണും പിന്നെ ഒരു സ്പൂണും ഒരു ചെറിയ സ്പൂണ് ടീസ്പൂൺ അതും അതിൻ്റെ 1/4 ഭാഗം കൂടെ ഉണ്ട് കസ്റ്റാർഡ് പൗഡർ. ഇത് പാലിൽ മിക്സ് ചെയ്തതാണ്. ഞാൻ പാലിൽ മിക്സ് ചെയ്ത് ഇനി ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് പാലിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ടൊന്ന് ചേർക്കുകയാണ്. ഇത് ഇതിലോട്ട് ഈ പാലിലോട്ട് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളാണെങ്കിൽ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതല്ലെങ്കിൽ ഇത് അടിക്ക് പറ്റാനിടയുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിക്കുമ്പോഴേ അങ്ങ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് വീട്ടിൽ നമ്മൾ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരം ഇത് പെട്ടെന്ന് കൂറുകയും അപ്പം അതിനു വേണ്ടിയാണ്. അപ്പം ഞാൻ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതായിട്ട് ഇളക്കണം. ഇതുപോലെ വന്നിട്ടുണ്ട് കുറുകി ഇങ്ങനെ ഈ ഒരു ഇതിൽ. ഇതിലോട്ട് ഞാൻ ഇത്ര ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇത് ഇതിലോട്ട് ചേർക്കുകയാണ്. ഈ പഞ്ചസാര ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇത് പൊടി ഇതിനകത്ത് നമ്മൾ പാല് അതിനനുസരിച്ച് പൊടി കൂടുതലായിട്ട് ചേർക്കല്ലേ. കൂടുതലായിട്ട് ചേർത്താൽ ചിലപ്പം ഇതെല്ലാം കൂടെ കുറുകി കട്ട കിട്ടാനിടയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിലുള്ള കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു നിങ്ങളെ കാണിക്കാം. ഈ ഒരു ഫ്ലേവർ ഇതുപോലെ ഇരിക്കണം. അത് ഇത് ഞാൻ തിളപ്പിച്ച് വെച്ച പാലായതുകൊണ്ട് പിന്നെ അതാണെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ തിളപ്പിച്ചെല്ലാം വെച്ചതാണ്. ഇതുപോലെ ഇരിക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്നായിട്ടത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം. എന്നിട്ട് ഒരു 1 അവർ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് ഒന്ന് സെറ്റാക്കണേ. ഫ്രിഡ്ജ് ചെന്ന് തണുപ്പിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുകയാണ്.
ഫ്രൂട്ട് കസ്റ്റഡിൻ്റെ അത് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഇനി ഇത് ഞാൻ ഒരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 അവർ വെച്ച് വേണമെങ്കിലും വയ്ക്കാതെ. ഇപ്പോൾ ഞാൻ അരമണിക്കൂറാണ് വെച്ചത്. അത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണേ. ഇനി ഞാൻ അതിന് ആവശ്യത്തിനുള്ള എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ്. ഞാൻ ഇപ്പോൾ 3 ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ മാങ്കോ. ഇത് മാങ്കോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അനാറ്, മാതള നാരങ്ങ. ഇത് ഞാൻ റോബസ്റ്റ പഴമാണ്. ഇത് ഒരു ചെറിയ പഴം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇത് ഓരോന്ന് ഇതെല്ലാം കൂടെ ഞാൻ ഇതിലിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് പാല് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എടുത്താൽ മതി. ഇതും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇതും കൂടി ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ ഇരിക്കണേ. ഞാനിത് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ സെർവ് ചെയ്യുകയാണ്. ഞാൻ ഇതിൽ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം നിങ്ങൾ ചേർത്താൽ മതി. ഞാൻ മുകളിൽ ഇത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് ഗ്രീൻ ഗ്രേപ്സ് ആണ്. ഇത് ഞാൻ മുകളിൽ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഇത് വെക്കുകയാണ്. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.